ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ CCTയുടെ ഈ ബുള്ളറ്റിൽ ഓഗസ്റ്റ് മാസത്തിൽ പബ്ലിഷ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് റീസെന്റ് മെർജ്ഡ് വിത്ത് സിരസ്വത് കോപ്പറേറ്റീവ് ബാങ്ക്? സിരസ്വത് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് മെർജ് ചെയ്ത ബാങ്ക് ഏതാണ് എന്നാണ് ചോദ്യം. മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് ബാങ്ക് ആണോ, ന്യൂ ഇന്ത്യ കോർപ്പറേറ്റീവ് ബാങ്ക് ആണോ, സൗത്ത് ഇന്ത്യൻ കോർപ്പറേറ്റീവ് ബാങ്ക് ആണോ, നൺ ഓഫ് ദി എബോവ്? ഇതിലൊന്നുമല്ലേ. ഏതാണ് ആൻസർ? ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ന്യൂ ഇന്ത്യ കോർപ്പറേറ്റീവ് ബാങ്ക് ആണ്. സരസ്വത് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള അർബൻ കോർപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഓക്കെ, അർബൻ കോർപ്പറേറ്റീവ് ബാങ്ക് ആണ് സരസ്വത് കോപ്പറേറ്റീവ് ബാങ്ക്. ഈ പറയുന്ന ന്യൂ ഇന്ത്യ കോർപ്പറേറ്റീവ് ബാങ്ക് നഷ്ടത്തിലായിരുന്നു, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഒക്കെ ആയിട്ട് ഫിനാൻഷ്യലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് സരസ്വത് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് മെർജ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അടുത്തത് 17th question: which ministry recently launched the revamped Incredible India digital platform? Incredible India കുറേ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നുള്ള ടാഗ് ലൈൻ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലാണ്. ഈ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ടാക്സീസ്, ഫോറിനേഴ്സ് വരുന്ന ടാക്സികളിൽ, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റപ്പെട്ട ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളിലൊക്കെ നമ്മൾ ഈ ടാഗ് ലൈൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ടൂറിസമായിട്ടായിരിക്കും. ഓപ്ഷൻസ് നോക്കിക്കേ. എ, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് കൾച്ചർ, ആൻഡ് ഓപ്ഷൻ ഡി, മിനിസ്ട്രി ഓഫ് ടൂറിസം. അപ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ആൻസർ? മിനിസ്ട്രി ഓഫ് ടൂറിസം. ഓക്കെ, മിനിസ്ട്രി ഓഫ് ടൂറിസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which institute has UIDAI signed a 5-year research and development agreement to enhance Aadhaar system security and reliability? അപ്പോൾ ആധാറിൻ്റെ സെക്യൂരിറ്റി റിലയബിലിറ്റി ഉറപ്പുവരുത്താനായിട്ട് അവരൊരു എഗ്രിമെൻറ്റ് ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഏതാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്? ഓപ്ഷൻസ് നോക്കിയേ. എ, IIT ഡൽഹി, ബി, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സി, IISc ബംഗളൂരു, ആൻഡ് ഡി, നീതി ആയോഗ്. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻസ് ബി ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടാണ് ആധാറിൻ്റെ റിലയബിലിറ്റി ഉറപ്പുവരുത്താനായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പർപ്പസിനായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് എമംഗ് ദി ഫോളോയിങ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഹാസ് റീസെൻ്റ്ലി സെറ്റ് അപ്പ് ഇറ്റ് ഫസ്റ്റ് ക്യാമ്പസ് ഇൻ ഇന്ത്യ? ഫോറിൻ യൂണിവേഴ്സിറ്റി ആദ്യമായി ഇന്ത്യയിൽ ഒരു ക്യാമ്പസ് തുറന്നിട്ടുണ്ട്. ഏത് യൂണിവേഴ്സിറ്റിയുടെയാണ്? നോക്കിയേ. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ, ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാംബ്രിഡ്ജ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ ആണ് കേട്ടോ. സൗത്താംപ്ടൺ എവിടെയാണ്? യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ എവിടെയാണ് ക്യാമ്പസ് തുറന്നിരിക്കുന്നത്? ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് കേട്ടോ. അപ്പോൾ ഈ ഗുരുഗ്രാമിൽ ഏതാണ്ട് 4 PG കോഴ്സസും 4 UG കോഴ്സസും 2 PG കോഴ്സസും ആയിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ. അടുത്ത നോക്കി. ഹു ഹാസ് റീസെൻ്റ്ലി ബി അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ലഡാക്ക്? ലഡാക്കിൻ്റെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണർ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, അശോക് ഗജപതി രാജു, ബി, പ്രൊഫസർ അസീം കുമാർ ഘോഷ്, ആൻഡ് സി, കവീന്ദർ ഗുപ്ത, ആൻഡ് ഡി, സത്യപാൽ മാലിക്. ഇവിടെ ആൻസർ സി ആണ്, കവീന്ദർ ഗുപ്ത. ലഡാക്കിൻ്റെ 3ാമത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് കവീന്ദർ ഗുപ്ത. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന BD മിശ്ര എന്ന് പറയുന്ന ബ്രിഗേഡിയർ BD മിശ്ര, അദ്ദേഹം പോയി. അപ്പോൾ ആ വേക്കൻസിയിലേക്കാണ് ഇപ്പം കവീന്ദർ ഗുപ്ത വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 10? QA റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. അതും കൂടി ചെയ്തിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം അല്ലേ? ചെറുതലെ തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. 12 ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ്? 12, 24, 36, 48 ആൻഡ് 60. ഇതിൻ്റെ സം എന്ന് പറയുന്നത് 180 ആണ്. ആ 180യെ 5 മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആൻസർ 36 കിട്ടും. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ 36. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.